നേരത്തെ റീഡിംഗ് ലിസണിങ്ങില് ഇങ്ങനെ ക്ലാസ്സുകൾ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. കാരണം റീഡിംഗ് എല്ലാരും റൈറ്റിംഗ് ആൻഡ് സ്പീക്കിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത്. റീഡിംഗ് ലിസണിങ്ങിൽ ആരും ഇത്രയും ഫോക്കസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. കാരണം എല്ലാവരും എന്താ പറയുക ഇൻഡിവിജ്വൽ സെക്ഷന് കൊടുക്കും. അപ്പൊ അവരെടുക്കുന്നത് ഈ എന്താ പറയാ റൈറ്റിംഗും സ്പീക്കിങ്ങും ആയിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ മെയിൻലി ആ റീഡിംഗ് ലിസണിങ്ങിന് വേണ്ടിയാണ് ഞാൻ മാമിനോട് ചോദിച്ചത്. അപ്പൊ ആദ്യം ഞാൻ ജോയിൻ ചെയ്തപ്പോ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ എന്തായാലും എനിക്കിത് ബെനിഫിറ്റ് ആയി. 4 മോഡ്യൂളും കൂടെ ഒന്നിച്ച് ചേർന്നത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് എക്സാം എഴുതാൻ പറ്റിയത്. അല്ലെങ്കിൽ അത് ഡിലേ ആയത്. എന്തായാലും മാം എന്താ പറയുന്നത് കുറെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ടായിരുന്നു മാമിന്റെ ഇതിനകത്ത്. എങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ടൈപ്സ്, എങ്ങനെ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസിനെയും എങ്ങനെ നമ്മൾ കാണണം, എങ്ങനെ എന്താ പറയാ എങ്ങനെ നമ്മളതിനെ കണ്ടുപിടിക്കാൻ ആൻസറിലേക്ക് എത്താൻ പറ്റും. അല്ലാതെ ഓരോ വാക്ക് വെച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല. ആൻസറിൽ കാണുന്നതും ക്വസ്റ്റ്യനിൽ കാണുന്ന ഓരോ വാക്കുകൾ വെച്ചിട്ടല്ല നമ്മൾ ആൻസർ കാണണ്ടേ. പക്ഷെ അതെങ്ങനെ അതിലേക്ക് പോകണം എന്നൊക്കെ ഉള്ളത് മാമിന്റെ ക്ലാസ്സിലൂടെയാണ് എനിക്ക് കിട്ടിയത്. അത് ശരിക്കും ഡിഫറെന്റ് ആയിരുന്നു. കാരണം മറ്റുള്ള ക്ലാസ്സുകളിൽ റീഡിങ്ങിന്റെ ഒക്കെ പറയുന്നത് എങ്ങനെയാ, ഇപ്പൊ നമ്മള് എലിമിനേഷൻ മെത്തേഡ് ആയിരിക്കും കൂടുതലും എല്ലാവരും പറയുന്നത്. ഇത് രണ്ടെണ്ണം എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അങ്ങനെയുള്ള രീതികളിലാണ് ഞാൻ കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും. ഇപ്പൊ മാമിന്റെ ക്ലാസ്സിൽ വന്നപ്പം അതൊരു മാറ്റം ഉണ്ടായി എനിക്ക്. റീഡിംഗ് ലിസണിങ് എന്ന് പറയുവാണെങ്കിൽ മാമിന്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ശരിക്കും അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നി. ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ട് ആൻസർ ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ എന്താ പറയാ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് എ പാർട്ട് എനിക്ക് ബുദ്ധിമുട്ടും നല്ല സമയത്തിനുള്ളിൽ തീർക്കാനും ടെൻഷൻ കൊണ്ട് അതെനിക്ക് എപ്പോഴും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സാം ടൈം വരുമ്പോൾ എക്സാം ഫിയറും കൂടെ ഉള്ളതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നല്ല ക്ലാസ്സസ് ആയിരുന്നു. ലിസണിങ് ആണെങ്കിലും കുറെ എ പാർട്ട് എങ്ങനെ ചെയ്യണം, ബി പാർട്ടിനെ എങ്ങനെ കാണണം, സി പാർട്ടിനെ എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തന്നില്ലേ മാം. പറഞ്ഞു തന്ന ക്ലാസ്സിൽ കൂടെ നല്ല ക്ലാസ്സുകളായിരുന്നു. കുറെ മെറ്റീരിയൽ എടുത്തു വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് ഒരു കാര്യമില്ല. കാരണം നമുക്ക് ആ ഒരു ടിപ്സ് എന്താണ്, ആ ഒരു മെത്തേഡ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എത്ര മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്തിട്ടും അല്ലാതെ കാര്യമില്ലെന്നേ എനിക്ക് പറയാനുള്ളൂ. അതിപ്പോ കുറെ ടിപ്സ് മാമിന്റെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ലിസണിങ്ങിനായാലും റീഡിങ്ങിലായാലും കുറെ നല്ല നല്ല ടിപ്സ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യൻ ടൈപ്പിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പൊ അത് അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകാന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഒരിക്കലും ക്ലാസ് വേസ്റ്റ് ആയിട്ടോ അങ്ങനെ ഒന്നും പോയിട്ടില്ല. നല്ല ക്ലാസ്സുകളായിരുന്നു. നല്ല ടിപ്സും ട്രിക്സും ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനേ ഞാൻ എല്ലാവരോടും പറയും.